ഹായ് ഹലോ, നമ്മൾ ഇന്ന് അവക്കാഡോ അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് വെച്ചിട്ട് ഷേക്കും ഐസ്ക്രീമുമാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഐസ്ക്രീം തന്നെ ചെയ്യാം. 500 ഗ്രാം അവക്കാഡോ ആണ് എടുത്തേക്കുന്നത്. ഇത് നല്ല പോലെ പഴുത്തതാണ്. ഇതിൻ്റെ പച്ച ഭാഗം എടുക്കാൻ പാടില്ല. അതെടുത്തു കഴിഞ്ഞാൽ ഒരു കവൾപ്പ് ചുവ വരും. ആ മഞ്ഞ തന്നെ എടുക്കാൻ ശ്രമിക്കുക. കുറച്ചൊക്കെ പച്ച കളർ പൾപ്പ് വീണാലും കുഴപ്പമില്ല, എന്നാലും മാക്സിമം മഞ്ഞ കളർ പൾപ്പ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 6 ടേബിൾ സ്പൂൺ വാനില ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുക്കുക. ഐസ്ക്രീമിന് പകരമായി 150 ml വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് ഒഴിച്ചാലും മതി. അതാണ് ഇതിനേക്കാളും നല്ല ടെക്സ്ചറും ഫ്ലേവറും കിട്ടുന്നത്. പക്ഷേ എല്ലാവർക്കും എളുപ്പത്തിനാണ് നമ്മളിപ്പോൾ ഐസ്ക്രീം ചേർത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 180 ml കപ്പിന് 1/4 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഹൈ സ്പീഡിലിട്ട് 1 മിനിറ്റ് ഒന്ന് അടിക്കുക. കൂടുതൽ നേരം അടിച്ചാൽ കഴിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ നല്ല തിക്കായിട്ടാണ് അടിച്ചെടുക്കേണ്ടത്. ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നട്ട്സോ പിസ്തയോ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇത് നല്ല പോലെ എയർടൈറ്റ് ആയിട്ട് അടച്ച് ഫ്രീസ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഏകദേശം 7 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളുടെ അവക്കാഡോ ഐസ്ക്രീം നല്ല പോലെ ഫ്രീസായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. ഇനി നമുക്ക് അവക്കാഡോ ഷേക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. 250 ഗ്രാം അവക്കാഡോ എടുത്തിട്ടുണ്ട്. നല്ല പോലെ വിളഞ്ഞ അവക്കാഡോയെ നമ്മൾ പതിച്ചെപ്പോഴും പഴുപ്പിക്കാൻ ശ്രമിക്കാവൂ. ഇല്ലെങ്കിൽ ഒരു കവൾപ്പ് ചുവ നമുക്ക് ഷേക്ക് അടിക്കുന്ന സമയത്ത് ഉണ്ടാവും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഞ്ഞ ഭാഗം തന്നെ എടുക്കാൻ ശ്രമിക്കുക. പച്ച മാക്സിമം അവോയ്ഡ് ചെയ്യുക. പച്ച വരുമ്പോൾ ഈ പറഞ്ഞ പോലെ കവൾപ്പ് വരാൻ ചാൻസ് കൂടുതലാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ വാനില ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 5 or 6 ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടേസ്റ്റ് കൂടുകയുള്ളൂ. ഇനി അതിന് ശേഷം നമ്മുടെ വാനില എസൻസ് ഇപ്പോൾ ഞാൻ ആ കുപ്പിയിൽ തന്നെ ആ അടപ്പിൽ തന്നെ ഒഴിക്കുകയാണ്. അത് ഏകദേശം ഒരു 5 ml വാനില എസൻസ് കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇപ്പോഴോടെ നല്ല പോലെ അടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 3 ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 180 ml കപ്പിലാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ വീണ്ടും അടിച്ചെടുക്കുക. ഒരുപാട് നേരം അടിച്ചെടുക്കരുത്. അങ്ങനെ നമ്മുടെ അവക്കാഡോ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഷേക്കിൻ്റെ മുകളിൽ ഐസ്ക്രീം വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി ഐസ്ക്രീം ചേർക്കാതെ ഈ ഷേക്ക് തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കണം. താങ്ക് യു.